ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ. ഇന്നൊരു ചെറിയൊരു കുക്കിങ്, നമ്മളൊരു ഗെറ്റ് ടുഗെദറാണ്, ന്യൂ ഇയർ പാർട്ടി ലഞ്ച് അശ്വിൻ്റെ ഫാമിലി ആയിട്ട്. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഐറ്റംസ് സെപ്പറേറ്റ്. ഇതൊരു ഇൻ്റർനാഷണൽ ഒരു ഫീസ്റ്റാണ്, ഇൻ്റർനാഷണൽ ക്യൂസിനാണ്. അപ്പോൾ പല രാജ്യങ്ങൾ, ഇപ്പോൾ മെഡിറ്ററേനിയൻ ഉണ്ടാകും, ഇന്ത്യൻ ഉണ്ടാകും, ചൈനീസ് ഉണ്ടാകും. ഓരോ ഫാമിലി ഓരോ നാടുണ്ട്. അപ്പോൾ നമ്മൾ ചൈനീസ് തീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഒരു നൂഡിൽ ഉണ്ടാക്കണം, ഒരു ചൗമീൻ, ഒരു സാധാരണ ഒരു എഗ് നൂഡിൽ ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ കോൺ അല്ലെങ്കിൽ മീറ്റിൻ്റെ ചിക്കൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് ഒരു നഗറ്റ്സ് വെച്ചിട്ടൊരു സംഗതി ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണു. അതായത് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പോപ്കോൺ ചിക്കൻ എന്ന് പറയുന്നൊരു കാര്യം ഇവിടെയുണ്ട്. ഇത് റിയൽ ചിക്കൻ അല്ല, ഇത് പ്ലാൻ ബേസ്ഡ് ആണ്. അപ്പോൾ അത് വെജിറ്റേറിയൻ ചിക്കൻ എന്ന് തന്നെ പറയാം. പിന്നെ അതുപോലെ ഇവിടെ കോണും ഉണ്ട്, നഗറ്റ്സിൻ്റെ പാറ്റേണിലുള്ള കോണ്. ഇതിൽ ഏത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ചു ഓക്കെ പോപ്കോൺ ചിക്കൻ പ്ലാൻ ബേസ്ഡ് തന്നെ ചെയ്യാം. അത് വെച്ചിട്ട് ഒരു സ്വീറ്റ് ചില്ലി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു സോട്ട് ചെയ്തിട്ട് ഡ്രൈ ആണ്, ഡ്രൈ ടൈപ്പ്, ഗ്രേവി അല്ല. പിന്നെ ദേ ബ്ലൂ ഡ്രാഗൺ ആ ഒരു ബ്രാൻഡിൻ്റെ നൂഡിൽസാണ്. ഇതിൽ വീറ്റ് നൂഡിൽസും ഉണ്ട്, അതുപോലെ എഗ് നൂഡിൽസും ഉണ്ട്. ഇപ്പോൾ പാർവതിയും ഞാനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വീറ്റ് നൂഡിൽസാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു 3 പാക്കറ്റ് ഇപ്പോൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം വേണമെങ്കിൽ ഇനിയും ഉണ്ട്, വേണമെങ്കിൽ എടുക്കാം. വേൾഡ് ക്യൂസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചൈനീസ് തീമാണ് ഞങ്ങളുടെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നൂഡിലും പ്ലാൻ ബേസ്ഡ് പോപ്കോൺ ചിക്കൻ വെച്ചിട്ടുള്ള സ്വീറ്റ് ചില്ലി ഉണ്ടാക്കുന്നു. വെള്ളമൊക്കെ തിളയ്ക്കാറായി. ഇനി ഇതിലേക്ക് നൂഡിൽസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നൂഡിൽസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. റൗണ്ട് ഷേപ്പിലാണ്, ഇങ്ങനെ ചുറ്റിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ അറിയാലോ. അതിങ്ങനെ ആ വെള്ളത്തിലേക്ക് വീണ് കുറച്ചൊരു തള വന്നു കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇളകി വരും. അപ്പോൾ ഇങ്ങനെ ഒരു 3 പാക്കറ്റിലുള്ള നൂഡിലും ഞാൻ ഒന്നിച്ചിടുകയാണ്. കുറച്ച് കൂടുതൽ വേണമല്ലോ ക്വാണ്ടിറ്റി, നമ്മൾ ഒരു കുറേ വരെയുള്ള ഒരു ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്. എന്നാലും ഒരു 10-25 പേരുണ്ടാകും, അതാണ്. അപ്പോൾ തിള വന്നു കഴിഞ്ഞാൽ മതി. തിള വന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് വെന്താൽ മതി, അത്ര മതി. അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഊറ്റി മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി ഇച്ചിരി എണ്ണയും കൂടി തടവി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും, തമ്മിൽ ഒട്ടാണ്ട് കിട്ടും. അപ്പോൾ ഞാനിത് വേവിച്ചിട്ട് ഇതുപോലെ ഊറ്റി സെറ്റ് ചെയ്ത് വെക്കും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്, ചെറുപ്പും കൂടി ചേർത്ത് അതും കൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സെറ്റായി തുടങ്ങുമ്പോൾ ഇളക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വലിയ സ്ക്രാമ്പിളായിട്ട് വരും. നമുക്ക് ഇച്ചിരി വലിപ്പമുള്ള സ്ക്രാമ്പിൾ ആയിരിക്കും നല്ലത്. ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു സോഫ്റ്റ് സ്ക്രാമ്പിളായിട്ട് ആയി വരുന്നു, അത്ര മതി. ഒരുപാട് ഹാർഡ് ആവണ്ട. കാര്യം ഇത് നമ്മൾ വെജിറ്റബിളിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ബാക്കിയും കൂടി പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഈ സോഫ്റ്റ് സ്ക്രാമ്പിൾ ഈ ഒരു പാത്രത്തിൽ നിന്നും മാറ്റുന്നു. അതേ പാനിൽ തന്നെ ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് ആദ്യമേ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർക്കുന്നു, ചെറുതായി അരിഞ്ഞത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് ബ്രൗൺ ഒന്നും ആകരുത്, ഒന്ന് വാടി മണമൊക്കെ വന്ന് തുടങ്ങിയാൽ മതി. ഇപ്പോൾ ഒരു മണമൊക്കെ വന്ന് കളർ മാറാൻ തുടങ്ങുന്നൊരു സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജിലേക്ക് നേരത്തെ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു കുറച്ച് കാര്യങ്ങൾ. ബീൻസൊക്കെ ഇങ്ങനെ ചെരിച്ച് ജൂലിയൻ സ്റ്റൈലിൽ കട്ട് ചെയ്തത്, ഏകദേശം ഒരു 1.5 കപ്പ്, 1.5 മുതൽ 2 കപ്പ് ക്യാരറ്റ് നീളത്തിനുള്ള ജൂലിയൻ കട്ടിങ് ആയിട്ട് മുറിച്ചതും. അതിലേക്ക് ക്യാബേജ്, 2 കപ്പോളം ക്യാബേജ് നീളത്തിലരിഞ്ഞത് കനം കുറച്ച് അതും കൂടി ചേർക്കുന്നു. അപ്പോൾ ഈ വെജിറ്റബിൾ സോർട്ടിങ് എല്ലാം ഞാൻ ടോട്ടലായിട്ട്, അതായത് അത്രയും നൂഡിൽസിന് വേണ്ടി തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ വഴറ്റി എടുക്കുമ്പോൾ 2ആയിട്ട് മാറ്റിയിട്ട് 2 ഭാഗമാക്കും. എന്നിട്ട് കാര്യം പാത്രം ചെറുതായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് വഴറ്റിയെടുക്കും. നൂഡിലും പകുതി ആദ്യം എടുക്കും, ഈ വെജിറ്റബിൾസിൽ നിന്നും പകുതി എടുത്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കും. സെക്കൻഡ് ബാച്ച് ബാക്കിയിരിക്കുന്ന നൂഡിൽസും ഇതേ വെജിറ്റബിൾ തന്നെ പകുതി മാറ്റി വെക്കുന്നതും വെച്ചിട്ട് ചെയ്യും. അപ്പോൾ ഈ വഴറ്റൽ പരിപാടിയൊക്കെ ഒന്നിച്ച് ചെയ്യുന്നു. ഒരു വലിയ ക്യാപ്സിക്കായിരുന്നു ചുമന്ന കളറിൽ, അതും നീളത്തിലുള്ള കഷ്ണമായിട്ട് മുറിച്ചത്. അതിപ്പോൾ ഏത് കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ചേർത്തിട്ട് ക്യാപ്സിക്കും കൂടി ആയല്ലോ. ഇനി അടുത്ത എല്ലാം കൂടി ഒന്ന് വഴറ്റി ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുന്നു. കളറൊന്നും മാറണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് സോസസ് ഞാൻ ഡയറക്റ്റായിട്ട് വെജിറ്റബിൾസിൽ ചേർക്കാൻ പോവാണ്. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, പൗച്ചങ്ങാണ് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ്. അപ്പോൾ ഡാർക്ക് സോയയും ഉണ്ട്, ചില്ലി സോസും ഉണ്ട്. അപ്പോൾ ചില്ലി സോസിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നു. അതുപോലെ തന്നെ ഡാർക്ക് സോയിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇത് ഇങ്ങനെ എല്ലാം കൂടി വഴറ്റിയെടുത്ത മിക്സാണ് ഈ കാണുന്നത്. ഇതിലിപ്പോൾ ഇച്ചിരി കളർ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. ഈ നൂഡിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ വെജിറ്റബിൾസും അതിൻ്റെ കൂടെ സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി ഞാൻ ചേർത്ത് കഴിഞ്ഞു. സോസുകളും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച മിക്സാണ്. ഇത്രയും മിക്സ് തന്നെയാണ് ടോട്ടലായിട്ട് വേണ്ടത്. ഇതിൽ നിന്നും പകുതി ഞാൻ മാറ്റുന്നു. എന്നിട്ട് ഈ പാത്രം ഞാൻ പറഞ്ഞല്ലോ ചെറുതാണ്, ആ പകുതിയിലേക്ക് വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നൂഡിലിൽ നിന്നും അതും പകുതി എടുക്കുന്നു. ആ പകുതി നൂഡിലും ഈ പകുതി വെജിറ്റബിളും കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് 2 തവികളുടെ സഹായത്തോടു കൂടി കറക്റ്റായിട്ട് ഇങ്ങനെ വഴറ്റി മിക്സ് ചെയ്ത് എടുക്കാം. അതായത് ആ വെജിറ്റബിളും സോസും ഒക്കെ നൂഡിലിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്ന രീതിയിൽ സ്പാറ്റുല പോലെ ഇരിക്കുന്ന തടിത്തവി ആയാലും മതി, കൊണ്ടിങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. വീണ്ടും ഒരു മിക്സിങ്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നു. ഉപ്പൊക്കെ വേണമെന്ന് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലും ചേർക്കാം. കാര്യം നൂഡിൽ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്, വെജിറ്റബിൾസിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് ഇങ്ങനെ കോരി ഇട്ടിട്ട് ആ നൂഡിൽ സെറ്റാക്കി എടുത്തു. കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന മാറ്റി വെച്ച വെജിറ്റബിൾ ആൻഡ് സോസ് മിക്സും വേവിച്ച് വെച്ചിരിക്കുന്ന ബാക്കി പകുതി ഇരിക്കുന്ന നൂഡിലും ഇതേ പ്രോസസ്സിൽ ഈ പാത്രത്തിൽ വെച്ച് ഞാനതും ഉണ്ടാക്കുന്നുണ്ടാവും. ഇത് നോക്കിക്കോളൂ, ഇതാണ് ഫൈനൽ ലുക്ക്. പാത്രത്തിലേക്കെല്ലാം മാറ്റി 2 ബാച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ആ 2 ബാച്ചും കൂടി ചേർന്ന് ഈ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ പാത്രത്തിന് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് സ്റ്റൈൽ സ്വീറ്റ് ചില്ലി ചിക്കനാണ്. പ്ലാൻ ബേസ്ഡ് ആണ്, റിയൽ ചിക്കൻ അല്ല കേട്ടോ, ഇത് ഫേക്ക് ചിക്കനാണ്. പോപ്കോൺ ചിക്കൻ എയർ ഫ്രയറിലേക്ക് മാറ്റുന്നു. ഇതും ആദ്യം ഞാനൊരു 3 പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതും 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ടോട്ടൽ 6 പാക്കറ്റ് ഉണ്ടാക്കും. ഇപ്പോൾ ആദ്യത്തെ 3 പാക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പാർവതി മോൾ എന്നെ സഹായിക്കുന്നുണ്ട്. മോളാണ് ഇതൊക്കെ എടുത്തിടുന്നത് കേട്ടോ. പാർവതിയുടെ കൈയാണ് നിങ്ങൾ കാണുന്നത്, എൻ്റെ കൈയല്ല. അപ്പോൾ 12 minutes ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 180-ൽ നമ്മുടെ എയർ ഫ്രയറിൽ. അപ്പോൾ 3 പാക്കറ്റ് ഉണ്ട്. 200 ഗ്രാംസോ മറ്റാണ് ഒരു പാക്കറ്റ്. അങ്ങനെ 3 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ബാച്ചിന് വേണ്ടിയിട്ട്. ഇതൊരു 12 മിനിറ്റ് ആകുമ്പോൾ അത് ഫ്രൈ ആയിട്ട് കിട്ടും. എണ്ണയൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്യാൻ പറ്റുന്നതാണ് എയർ ഫ്രയർ. പിന്നെ കുറച്ച് സോസസ് ഒന്ന് മിക്സ് ചെയ്തൊരു ബൗളിലെടുക്കുക. ആ ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലീസ് ആദ്യം എടുക്കുന്നു. തരിതരിപ്പായിട്ട് പൊടിച്ച വറ്റൽ മുളകിൻ്റെ തരി 2 or 3 നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. ഇതൊരു കുറച്ചൊരു മധുരമുള്ളൊരു ഐറ്റമാണ്, ചെറിയ മധുരവും പക്ഷേ ഇച്ചിരി എരിവും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. 2 or 3 ടീസ്പൂൺ എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നു. പിന്നെന്താ, സ്വീറ്റ് ചില്ലി സോസ് ഇതിങ്ങനെ കുപ്പിയിൽ കിട്ടും. അതിൽ നിന്നും ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ച് വെക്കുന്നു. ഈ ഒരു അളവെന്ന് പറയുന്നത് ഏകദേശം ഒരു 8 എന്ന് പറയാം. കുറച്ച് ഞാൻ ഫുൾ എടുക്കുന്നില്ല ഓരോ ടേബിൾ സ്പൂണും. ഇനി ഡാർക്ക് സോയയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂണും കൂടി ഒഴിക്കുന്നു. പിന്നെ കുറച്ച് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ആയാലും മതി, അല്ലെങ്കിൽ ഹണി ആയാലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ. പിന്നെ കുറച്ച് എണ്ണ, സെസമി ഓയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. 2 ടേബിൾ സ്പൂൺ സെസമി ഓയിൽ അല്ലെങ്കിൽ എനി ന്യൂട്രൽ ഓയിൽ. കണ്ടല്ലോ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സോസ് മിക്സാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇത് ടോട്ടലായിട്ട് ഇത്രയും കൂടുതൽ നമ്മൾ ഇതിൽ ചേർക്കില്ല. ഈ ബാച്ചിന് ഇതിൻ്റെ ഏകദേശം പകുതിയോളം ചേർക്കും. ബാക്കി പകുതി മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു 3 പാക്കറ്റ് ഇതുപോലെ എയർ ഫ്രയറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കി സോസ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് 6 പാക്കറ്റ് ഈ പ്ലാൻ ബേസ്ഡ് കോൺ ചിക്കൻ ഏകദേശം ഒരു എന്താ പറയുക, 1 കിലോ അല്ലെങ്കിൽ 1 കിലോയിൽ കൂടുതൽ 1.25 കിലോയോളം ഉണ്ടാക്കാനായിട്ട് ഇത്രയും സോസ് മതിയാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ചേർത്ത് ഒന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് മിക്സൊക്കെ മാറ്റി വെക്കുകയാണ്. ഇനി എയർ ഫ്രയർ തുറന്ന് നോക്കുന്നു. 12 മിനിറ്റ് കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് റെഡി. വീണ്ടും ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലീസ് ചേർക്കുന്നു. 2 കൂടി ചേർന്ന് മൂത്ത് തുടങ്ങി. ഇനി നമ്മൾ ഓൾറെഡി എയർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ബേസ്ഡ് പോപ്കോൺ ചിക്കൻ അതിനകത്തേക്ക് ചേർക്കുന്നു. ഫ്രൈഡ് ആയിട്ടുള്ളത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. തയ്യാറാക്കി വെച്ച സോസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നും ആവശ്യാനുസരണമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഏകദേശം പകുതി വരെ ഒഴിക്കും. ഒരു 3 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം, വഴറ്റാം. അപ്പോൾ ഒരു കോട്ടിങ് പോലെ ഈ പോപ്കോൺ ചിക്കൻ, ഇത് ശരിക്കുള്ള ചിക്കൻ അല്ല കേട്ടോ, ഇതൊരു
പ്ലാൻ ബേസ്ഡ് പോപ്കോൺ ചിക്കനാണ്. ഇതൊരു ഡമ്മിയാണ്, ഒറിജിനൽ അല്ല. പക്ഷേ നിങ്ങൾ വെജിറ്റേറിയൻസ് അല്ല നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പോപ്കോൺ ചിക്കനിൽ തന്നെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ UK-ൽ എല്ലാ സ്ഥലത്തും പോപ്കോൺ ചിക്കനൊക്കെ ഫ്രോസൺ കിട്ടും വാങ്ങാൻ. അത് വാങ്ങിയിട്ട് ഇതുപോലെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണും കൂടി സോസിൻ്റെ ആ മിക്സിൽ നിന്നും ചേർക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം, നല്ല ചൂടിൽ. അപ്പോൾ ഈ സോസൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ മിക്സായി ഇങ്ങനെ പുരണ്ട് വരും. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ കോട്ടിങ് എല്ലാ ഭാഗത്തേക്കും സോസ് എല്ലാം കോട്ടഡായി കിട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ചേർക്കാണ്. 2 മീഡിയം സൈസ് സവാള സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടാം. അതങ്ങനെ ഭയങ്കരമായിട്ട് വാടി കുഴഞ്ഞൊന്നും പോകണ്ട, ചെറിയൊരു ക്രിസ്പിനെസ് വേണം. പക്ഷേ ഇച്ചിരി ഒന്ന് വാടി കിട്ടും വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നോൺ വെജ് കഴിക്കുന്നവർ ചിക്കനിൽ തന്നെ ചെയ്തോളൂ. ചിക്കൻ പോപ്കോൺ ഫ്രോസൺ കിട്ടും, അത് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നാട്ടിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ റെഡിമെയ്ഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെറിയ പീസസ് ആയിട്ട് ചിക്കൻ എടുത്തിട്ട് പോപ്കോൺ ചിക്കൻ പോലെ ഒരു എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്തിട്ട് മാവൊക്കെ ചേർത്ത് പോപ്കോൺ ചിക്കൻ ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്യാം. സവാള വാടി തുടങ്ങി. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ചേർക്കുന്നു. ഇത് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സോസും എല്ലാം പ്രോപ്പറായിട്ട് ഇതിൽ കോട്ട് ചെയ്ത് കിട്ടും. ഉള്ളിയിലും സ്പ്രിംഗ് ഒണിയനിലും അതൊക്കെ ഇച്ചിരി ക്രഞ്ചി ആയിരിക്കുകയും ചെയ്യും, വാടി കുഴഞ്ഞൊന്നും പോവില്ല. പിന്നെ ഈ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനും, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ആ എടുത്ത് വെച്ച് ആ സോസിൻ്റെ മിക്സിൻ്റെ പകുതിയോളം ചേർത്ത് കഴിഞ്ഞു. ബാക്കിയിരിക്കുന്ന പകുതി ഇതുപോലെ തന്നെ അടുത്തൊരു 3 പാക്കറ്റ് ഓഫ് പോപ്കോൺ പ്ലാൻ ബേസ്ഡ് പോപ്കോൺ ചിക്കൻ ഞാൻ എടുക്കുന്നുണ്ട്. ഏകദേശം 600 ഗ്രാം വരും. അതും സെയിം വേ ഈ ബാക്കിയിരിക്കുന്ന സോസ് വെച്ചിട്ട് ആ മിക്സ് വെച്ചിട്ട് വഴറ്റി സവാളയും സ്പ്രിംഗ് ഓണിയനും കൊണ്ട് അലങ്കരിച്ചെടുക്കും. ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സെസമി സീഡ്സ്, നമ്മുടെ വെളുത്ത എള്ളും കൂടി ചേർത്താലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ സിമിലറായിട്ട് ആ ബാക്കിയും കൂടി ഞാൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നിന്ന്, അതായത് അശ്വിൻ്റെയും പാർവതിയുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചൈനീസ് സ്റ്റൈൽ ഫുഡാണ് ഇന്നത്തെ പാർട്ടിക്ക്. അതായത് നമ്മുടെ വെജിറ്റബിൾ ആൻഡ് എഗ് നൂഡിൽ ആൻഡ് ചൈനീസ് സ്റ്റൈൽ സ്വീറ്റ് ചില്ലി ചിക്കൻ വിത്ത് പ്ലാന്റ് ബേസ്ഡ് പോപ്കോൺ ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് അങ്ങോട്ട് പോകും. ഇനി ഞാനും കൂടി ഒന്ന് റെഡി ആവട്ടെ. എല്ലാവരും ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത അശ്വിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകും. ഇവിടെ ഓക്കെ, റെഡി, ഐ എം റെഡി. പോകാനിറങ്ങുന്നു. അശ്വിൻ്റെ യങ്ങസ്റ്റ് ബ്രദർ ശ്രീയുടെ വീട്ടിലാണ്, തൊട്ടടുത്ത അപ്പുറത്ത്. പോടോ സരസ്വതി മോളെ. ശ്രീയുടെ വീട്ടിലാണ് നമ്മുടെ ന്യൂ ഇയർ. ക്രിസ്മസിന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ന്യൂ ഇയർ ഗ്രാൻഡ് ഇവൻ്റ് ആക്കുന്നു. എല്ലാവരും വരും. അശ്വിൻ്റെ എല്ലാ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് കുട്ടികൾ എല്ലാവരും ഉണ്ട്. അമ്മ സ്ഥലത്തില്ല, നാട്ടിലാണ്. ബാക്കി എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് വേൾഡ് ക്യൂസീനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പല പല ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്, പല സ്ഥലത്ത്. അപ്പോൾ നോക്കാം, ഞാൻ കാണിച്ചു. അങ്ങനെ റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞു. ഞാനും പുടുമോളും അനുക്കുട്ടിയും പാർവതിയൊക്കെ വിളിക്കാൻ അശ്വിൻ രണ്ടാമത് വന്നതാണ്. അശ്വിൻ ഇവിടുത്തെ നമ്മുടെ ട്രിപ്ലറ്റ്സിനെയും ആയുഷ്മോനെ എല്ലാം കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ, ഞങ്ങൾ റെഡിയായിട്ട് വരാനായിട്ട്. അതുപോലെ ഫുഡും എടുക്കണം, അല്ലാതെ രണ്ടും കൂടി ചേർത്തിട്ട് ഞങ്ങൾ പോകുന്നു. ഓക്കെ, വീടെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് കേട്ടോ, ആ അടുത്ത വളവിലാണ്. ഈ സെയിം ലൊക്കാലിറ്റിയിൽ തന്നെയാണ്, ഈ ഒരു ഏരിയ തന്നെയാണ്. നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ നമ്മൾ കാറിൽ പോകുന്നു. 5 മിനിറ്റിൽ നമ്മളിപ്പോൾ അവിടെ എത്തും. ശ്രീയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്. അകത്ത് കയറി കഴിയുമ്പോൾ നല്ല രസമാണ്. അവരുടെ ബാക്ക് യാർഡ്, നല്ലൊരു ഗാർഡൻ ഉണ്ട് ബാക്കിൽ. പിന്നെ അതുപോലെ ഡൈനിങ് ആൻഡ് കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചണൊക്കെയാണ്. ഡൈനിങ് ഏരിയയും ഒരു ലിവിങ് സ്പേസും എല്ലാം ആയിട്ട് ഭയങ്കര രസമാണ്. അകത്തും പുറത്തെ ആംബിയൻസും ഒക്കെ നല്ല രസമാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ ലിവിങ് സ്പേസ്. കുട്ടികളെല്ലാം വന്നിവിടെ എല്ലാം കളി തകർത്തിട്ടിരിക്കുക. ഇത് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ പ്ലേ റൂം. Mexican, Indian, Caribbean, lots of Indian. Oh, yummy. Tiki, yeah. hummus, baba ganoush, falafel, samosa, nachos, jerk chicken. This is jerk pineapple. And then Jerk pineapple. Oh. jerk pineapple.
ഇത് ജാർക്ക് ചിക്കൻ Jerk chicken. എൻ്റെ ഐഡിയ ആണ് എക്സിക്യൂട്ട് Okay, vegetarian chicken. Okay. ടേബിൾ നിറച്ച് ഭക്ഷണം, ഒരു ഗ്രാൻഡ് ഫീസ്റ്റ് തന്നെയായിരുന്നു. എല്ലാ വീടുകളിൽ നിന്നും വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ചൈനീസ് കൊണ്ടുവന്നു, ഇവിടെ നോക്കൂ അശ്വിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇത്. മെക്സിക്കൻ ഉണ്ട്, കരീബിയൻ ഉണ്ട്, അറബിക് ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്, ഇപ്പോൾ ചൈനീസ്, മെഡിറ്ററേനിയൻ ഒന്നും പറയണ്ട. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണമാണ് ഇവിടെ. പിന്നെ പുറത്തുനിന്നും ആരും തന്നെ ഇല്ല, ഇതെല്ലാം അശ്വിൻ്റെ സിബ്ലിങ്സ് തന്നെയാണ്. അവർ 7 പേരാണല്ലോ, അശ്വിൻ്റെ 3 സിസ്റ്റേഴ്സ്, അവരുടെ ഫാമിലി, പിന്നെ 4 ബ്രദേഴ്സ്, അവരുടെ ഫാമിലി, കുട്ടികളെല്ലാവരുമായിട്ടാണ് ഈ ഒരു ക്രൗഡ്. ഒരു 25-30 പേരോളം ഉണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് അശ്വിൻ്റെ അമ്മയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലാണ് ശ്യാമള ചേച്ചി, ഇപ്പം നാട്ടിലാണ് കറൻ്റ്ലി, അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്ത ഇപ്പോൾ. പിന്നെന്താ പറയുക, എല്ലാ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അത് കഴിക്കുമ്പോൾ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സത്യത്തിൽ എല്ലാ കാര്യങ്ങളും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുക, അത് കൊണ്ടുവരിക, ഒന്നിച്ചിരുന്ന് കഴിക്കുക, ഇത് തന്നെ ഒരു പ്രത്യേക സന്തോഷമല്ലേ. വിശേഷങ്ങൾ പങ്കിടുക. പിന്നെ ഈ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം വർത്താനം, സംസാരം, കുട്ടികളുടെയൊക്കെ എല്ലാം. ഇവിടെ കുറേ ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ ഉണ്ട്, പല പല ആൾക്കാരാണ്. കുട്ടികളുടെ പാട്ട്, ചെറിയ നൃത്തം, അവരുടെ കുറച്ച് ഗെയിംസ്, അവരുടെ ചെറിയ കൗതുക കാഴ്ചകളാണ് കേട്ടോ. അത് അച്ഛനമ്മമാരെല്ലാം ചുറ്റും ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു ഏരിയയിൽ. ഞാൻ ഈ സൈഡിൽ ഇരുന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ്. Come by Hollister, big rat. Come by Hollister, big rat. Come by Hollister. പുടുമോളാണ് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. മോൾക്കൊരു പരിചയക്കുറവില്ല. ആസ് പാർട്ട് ഓഫ് ദ ഫാമിലി പുടുമോളും ഇങ്ങനെ എൻജോയ് ചെയ്ത് തന്നെയാണ് നടക്കുന്നത് എല്ലാവരോടും ഒപ്പം. അപ്പോൾ ഇതൊരു ഫുൾ ഡേ ഇവൻ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം വരെ ഇങ്ങനെ സമയം ഈ രീതിയിൽ സന്തോഷത്തോടു കൂടി ചെലവഴിക്കും എല്ലാവരുമായിട്ട്. ഇങ്ങനെയുള്ള ഒത്തൊരുമയും സ്നേഹവും ഒക്കെ തന്നെയല്ലേ പുതുവർഷത്തെ വരവേൽക്കാൻ ഏറ്റവും നല്ല കാഴ്ചകൾ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. സന്തോഷത്തോടെ 2024 അതായത് 2024 വിട പറയാം. അതുപോലെ തന്നെ 2025 നമുക്ക് സന്തോഷത്തോടെ വരവേൽക്കാം. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. വളരെ സ്നേഹത്തോടു കൂടി, പരസ്പര സഹകരണത്തോടു കൂടി, പരസ്പരം സ്നേഹിച്ച് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം. അതാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു അവസരത്തിൽ പറയാൻ തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്തി. ഇതാണ് സമയം 5:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇരുട്ടായി. അയ്യോ എന്താല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് LN വ്ളോഗ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. ലവ് യു ഓൾ.